ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും സന്തോഷമായിട്ടുള്ള, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ഡേയുടെ വ്ളോഗാണ്. നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ എൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു. ഇതൊക്കെ നമ്മുടെ തലേ ദിവസത്തെ പരിപാടികളായിരുന്നു. നമ്മൾ വീട്ടിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ബ്രദറാണ് എനിക്ക് മെഹന്തി ഇട്ട് തരുന്നത്. മെഹന്തി ഇടാനൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ തലേ ദിവസം രാത്രിയാണ് മെഹന്തി ഇട്ടാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അങ്ങനെ രാത്രി ചെന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ ബ്രദറാണ് എനിക്ക് മെഹന്തിയൊക്കെ ഇട്ട് തന്നത്. അതിനുശേഷം മെഹന്തിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അമ്മയാണ് ചോറ് വാരി തന്നിട്ടുണ്ടായിരുന്നത്. കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. അമ്മ എനിക്കും അതുപോലെ എൻ്റെ അനിയനൊക്കെ ചോറ് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം വീടെല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കി എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസമായിട്ടുണ്ട്. എൻ്റെ മെഹന്തിയൊക്കെ നല്ല രീതിക്ക് തന്നെ ചുമന്നിട്ടുണ്ടായിരുന്നു. മെഹന്തിയുടെ ഒന്നും സെപ്പറേറ്റ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഫുള്ളായിട്ടും എനിക്ക് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഇവിടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിലും കഴുത്തിലും നന്നായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മേക്കപ്പ് ചെയ്യാനൊന്നും വലിയ രീതിക്കൊന്നും അറിയില്ല. ഫൗണ്ടേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. എൻ്റെ പഴയ വീഡിയോസ് കാണുന്നുള്ളവർക്ക് മനസ്സിലാകും, ഞാൻ എപ്പോഴും നമ്മുടെ നോർമൽ പൗഡർ മാത്രം യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ നമ്മുടെ രാമചന്ദ്രനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു 150 വന്നിട്ടുള്ള ഒരു മേക്കപ്പ് സെറ്റാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് റെഡി ആകാനായിട്ട് പോകുന്നത്. കളർ കറക്റ്ററൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലുള്ള ഒരു ഓറഞ്ച് ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ കണ്ണിൻ്റെ താഴെയും മുകളിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലങ്ങളിലും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് ഐ ഷാഡോ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ കൺസീലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൺസീലർ സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. എൻ്റെ കറക്റ്റ് ഷെയ്ഡല്ല, കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു. ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കറക്റ്റ് ഷെയ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഓറഞ്ച് ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് ഞാനത് യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഹാക്കാണ്. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞാൻ വേറൊരു റൂമിലേക്ക് വന്നിരുന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചമൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ BB ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ടെൻഷനിലാണ്. കാരണം കറണ്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കുറേ സമയം മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1/2-1/4 മണിക്കൂറിന് ശേഷം ഞാൻ ഹെയർ ആദ്യം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെയും കറണ്ട് വരും എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ കറണ്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. അപ്പോഴേക്കും എൻ്റെ റിലേറ്റീവ്സൊക്കെ വരാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ടെൻഷനിലായി. കാരണം മേക്കപ്പും ഞാനൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേസ് കാണുമ്പോൾ നല്ല ടെൻഷനുണ്ട്. അങ്ങനെ BB ക്രീം ഇട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു മേക്കപ്പ് കിറ്റിനകത്തുള്ള കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫേസിലും കഴുത്തിലും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു നിശ്ചയത്തിന് ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ ഈ ഒരു മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ 1-2 പ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്നൊരു ട്രയൽ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ണിൻ്റെ മുകളിൽ വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഓവറായിട്ട് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. 2 വീട്ടുകാരുടെയും റിലേറ്റീവ്സ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. വേറെ പുറത്തുനിന്നുള്ള ആളുകളെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുത്ത ആ ഒരു സെയിം പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ബ്ലഷ് ആയിട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഓവർ മേക്കപ്പ് ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഹൈലൈറ്റർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലഷ് ഇട്ട് കൊടുത്തതിൻ്റെ കുറച്ച് മുകളിലേക്കാണ് നമ്മുടെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മൂക്കിൻ്റെ ആ ഒരു സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ഐബ്രോ പെൻസിലിനേക്കാളും എപ്പോഴും ബ്രൗൺ ഐബ്രോ പെൻസിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഐബ്രോസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല നീളമുണ്ട്, പക്ഷേ തിക്നെസ് വളരെ കുറവാണ്. അത് മാത്രമല്ല 2 ഐബ്രോസിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഒരുപാടുണ്ട്. അപ്പം ഞാൻ
ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിക്ക് നല്ല രീതിക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒറിജിനൽ ഐബ്രോസ് പോലെ തന്നെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കാജലാണ് വരച്ചു കൊടുക്കുന്നത്. ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴും ഞാൻ നല്ല രീതിക്ക് തന്നെ കാജൽ വരച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് മുതൽ കാണുന്നുള്ളവർക്ക് മനസ്സിലാകും ഞാൻ നല്ല രീതിക്ക് കാജൽ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ കണ്ണിൻ്റെ താഴെ കാജൽ വരച്ചു കൊടുക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. കാരണം എൻ്റെ റിലേറ്റീവ്സ് ഏകദേശം ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ യൂസ് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇത്രയും വീഡിയോസ് മാത്രമേ എനിക്ക് ഒരുങ്ങുന്നത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി റിലേറ്റീവ്സും അതുപോലെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ടാണ് ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കി റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ അച്ഛനും വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സൈഡിലുള്ള ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമുക്കുണ്ട്. പക്ഷേ എല്ലാവരെയും കൂടെ വിളിക്കാൻ പറ്റുന്ന ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ പോലെയൊന്നും അല്ലായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട്. അവരവിടെ നിന്ന് ഒരു ബസ്സിലും ഒരു കാറിലും ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കല്യാണ ചിക്കൻ വന്നിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്നത് എൻ്റെ അച്ഛനാണ്. പിന്നെ എൻ്റെ അനിയനൊക്കെ പോയിട്ടാണ് ചേട്ടനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അവർ വന്ന ഒരു ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് സമയം അവർ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിലേറ്റീവ്സൊക്കെ നേരത്തെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എല്ലാവരും ഏകദേശം ഉച്ച സമയമായ ഒരു 12:15 ആയപ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ റിലേറ്റീവ്സും കസിൻസൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിനകത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ്. നമ്മുടെ പള്ളിയിലെ ഫ്രണ്ട്സാണ് ഇതെല്ലാം. അങ്ങനെ അവർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ചേട്ടൻ്റെ അച്ഛനും ചേട്ടനും പിന്നെ അവരുടെ ബാക്കി റിലേറ്റീവ്സ് എല്ലാവരും കൂടെയാണ് വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നത്. ചേട്ടൻ്റെ മാവന്മാരും വല്യച്ഛന്മാരും അങ്ങനെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അവരെ സൈഡിൽ നിന്നും. നിശ്ചയമായതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ആണുങ്ങൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പെണ്ണുങ്ങൾ ആരും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവർ വന്ന സമയത്ത് എൻ്റെ റിലേറ്റീവ്സൊക്കെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വീട്ടിനകത്തേക്ക് വന്നതിന് ശേഷം അച്ഛൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ പരസ്പരം ബന്ധുക്കളെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാനും ദൈവം നൽകുന്ന സാധ്യതകൾ വിദ്യാഭ്യാസങ്ങളും തൊഴിൽ സാധ്യതകളെല്ലാം നൽകി ദൈവത്തിന്റെ മക്കളെ അവിടെ നിന്ന് കരുതിയതിനായി സ്തോത്രം. വിവാഹത്തിന് മുന്നോടിയായി ഇരു കുടുംബങ്ങളും പരസ്പരം പരിചയപ്പെടുന്നതിനും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും സമൂഹ മര്യാദ അനുസരിച്ചുള്ള ചടങ്ങുകൾ നിർവഹിക്കുന്നതിനുമായി ഞങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എന്റെ മകന്റെ കുടുംബാംഗങ്ങളായി പ്രിയപ്പെട്ടവരായി കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബന്ധുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ സൈഡിൽ നിന്ന് എൻ്റെ അച്ഛനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വിളിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു, പിന്നെ അമ്മ, അനിയൻ, അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിനെ ഏകദേശം എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും മാറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും റൂമിൻ്റെ അകത്തേക്കായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോസിലൊന്നും അവരെ ഒന്നും കാണാത്തത്. ഇവിടെ ഇരിക്കുന്നത് എല്ലാം ചേട്ടൻ്റെ ബന്ധുക്കളാണ്. അങ്ങനെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഏകദേശം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചേട്ടൻ്റെ അവിടെ നിന്ന് ചേട്ടൻ്റെ പപ്പയാണ് അവിടുത്തെ റിലേറ്റീവ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം ചേട്ടനെ കാണിക്കുകയാണ്. അതിനുശേഷം ചേട്ടൻ്റെ അനിയനെയും ചേട്ടൻ്റെ ചേട്ടനെയൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്.
ചേട്ടൻ്റെ പപ്പ എല്ലാ റിലേറ്റീവ്സിനെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തിയതിന് ശേഷം അച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ച് നമ്മുടെ ആ ഒരു ചടങ്ങ് അങ്ങ് അവസാനിപ്പിച്ചു. അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ സദ്യയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ചേട്ടനും എൻ്റെ അനിയനുമാണ്. അവർ രണ്ടുപേരും കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളും അവിടെ ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം എൻ്റെ അനിയൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടനും അവരുടെ ഫാമിലിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ ഫാമിലി ആയിട്ടും അല്ലാതെ ഒറ്റയ്ക്കൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ്. എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇത്. ഞങ്ങൾ കാത്തിരുന്ന ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും എൻ്റെ വിവാഹ നിശ്ചയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.